ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രാൻസ്പെറൻറ്റ് നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. കണ്ടല്ലോ, ഈ ഒരു ഫ്രോക്കിന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെക്ക് ഫ്രണ്ടിലും ബാക്കിലും സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം. ആദ്യം നമ്മൾ ലൈനിങ് ആണ്, യോക്ക് പാർട്ടിൻ്റെ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. ഫസ്റ്റായിട്ട് കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ട് യോക്കാണ് കട്ട് ചെയ്യുന്നത്. 2 ഫോൾഡറായി വെച്ചതിന് ശേഷം ലെങ്ത്ത് അടയാളപ്പെടുത്തുക. നമുക്ക് വേണ്ട ലെങ്ത്ത് 8, അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് 9 അടയാളപ്പെടുത്തി. ഇനി ഷോൾഡർ അടയാളപ്പെടുത്തുക. ഷോൾഡർ ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് 4.5 അടയാളപ്പെടുത്തുന്നത്. അടുത്തതായി ആം ഹോൾ 4.5 അടയാളപ്പെടുത്തി ഇതേപോലെ ഒരു കർവ് വരയ്ക്കുക. ഇനി ചെസ്റ്റ് അടയാളപ്പെടുത്തുക. അതിലേക്ക് 1 ഇഞ്ച് സീം ലെൻസും ചേർത്ത് ഇതുപോലെ അടയാളപ്പെടുത്തുക. നമുക്ക് എത്രയാണ് വേണ്ടത് ആ ഒരു മെഷർമെൻ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒരു ചെറിയൊരു കർവ് വരയ്ക്കുക. അടുത്തതായി നെക്ക് അടയാളപ്പെടുത്തുക. നെക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തി, അതുപോലെ 2.5 ഇഞ്ച് ലെങ്ത്തും അടയാളപ്പെടുത്തി. വിഡ്ത്ത് 2 ഇഞ്ചും ലെങ്ത്ത് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതുപോലെ കർവ് വരച്ചു. ഇനി അതുപോലെ ഷോൾഡറിൻ്റെ ചെരിവിന് വേണ്ടി 1/2 ഇഞ്ച് ചെരിച്ചൊരു ലൈൻ കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇനി അടുത്തതായി ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്കിൽ സിബ് വെക്കുന്നുണ്ട്. അതിന് വേണ്ടി 1 ഇഞ്ച് എക്സ്ട്രാ, ഫ്രണ്ട് പാർട്ടിനെക്കാട്ടിലും എക്സ്ട്രാ 1 ഇഞ്ച് ഏറെ എടുത്തതിന് ശേഷം ഫ്രണ്ട് പാർട്ട് വെച്ച് അതേ അളവിൽ കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യാതെ ബാക്കി എല്ലാ ഭാഗവും കട്ട് ചെയ്യാം. കണ്ടല്ലോ, ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും മുഴുവനായി കട്ട് ചെയ്തു. ഇനി ട്രാൻസ്പെറൻറ്റ് നെക്കിനുള്ള കട്ടിങ്ങാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഫ്രണ്ട് പാർട്ടിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതുപോലെ അടയാളപ്പെടുത്തുക. ഞാനിവിടെ 3 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ ഭാഗത്ത് അടയാളപ്പെടുത്തിയത്. അതുപോലെ നെക്കിൻ്റെ ഭാഗത്ത് 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒരു ചെരിഞ്ഞൊരു കർവ് രൂപത്തിലുള്ള ലൈൻ കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ. ഇനി ബാക്ക് പാർട്ടിലും 3 ഇഞ്ച് അടയാളപ്പെടുത്തി 2 ഭാഗത്തും അടയാളപ്പെടുത്തി നേരെ ഒരു ലൈൻ കൊടുക്കുക. ഇനി അടുത്തതായി നമ്മുടെ മെയിൻ ക്ലോത്തും അതുപോലെ ക്രേപ്പ് ലൈനിങ്ങും ഇതുപോലെ 2 ഫോൾഡറായി വെച്ചതിന് ശേഷം 2 ഒരുമിച്ച് വെച്ചതിന് ശേഷം ഞാനിവിടെ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ പാർട്ടിനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ വെച്ച് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. ഈ ഒരു കട്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് നെക്കിനുള്ള കട്ടിങ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട്സിനോട്, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സിനോടും എനിക്കൊന്നും കൂടെ പറയാനുള്ളത്, എന്നും പറയുന്നത് പോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് തന്നെയാണ് ഇനിയും പറയാനുള്ളത്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് വീഡിയോ
കണ്ടതിന് ശേഷം എല്ലാവരും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കണ്ട. കണ്ടില്ലേ, ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു കോട്ടൻ്റെ ലൈനിങ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ അടയാളപ്പെടുത്തിയ ആ ലൈനിലൂടെ കട്ട് ചെയ്യാം. കണ്ടില്ല, ആ ലൈനിൻ്റെ മുകളിലൂടെ കട്ട് ചെയ്യുക. അങ്ങനെ ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക. ബാക്ക് പാർട്ടിൽ നേരെ ഒരു ലൈൻ കൊടുത്താൽ മതി. അപ്പം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തു. കണ്ടില്ല, ബാക്ക് പാർട്ടാണിത്, ഇത് ഫ്രണ്ട് പാർട്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. കണ്ടില്ല, ഇതുപോലെ നിവർത്തി വെച്ച് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു കോട്ടൻ്റെ ലൈനിങ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് നമ്മൾ ആദ്യം വരച്ച ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് മറിച്ചിടാം. കണ്ടില്ല, ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അതുപോലെ ബാക്ക് പാർട്ടും ക്രേപ്പ് ലൈനിങ്ങിൻ്റെ മുകളിൽ കോട്ടൺ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിടുക. അപ്പോൾ കണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് ഇതുപോലെ കിട്ടി. കണ്ടല്ലോ, ഇതുപോലെ ആ ഒരു മറിച്ചിടുന്ന ഭാഗത്ത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് മറിച്ചിടുക. എന്നിട്ട് അതേ ഷേപ്പിൽ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ആ ഒരു ക്രേപ്പ് ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ആ ഒരു മെയിൻ ക്ലോത്തിലേക്ക് ഫുള്ള് അറ്റാച്ച് ചെയ്യുക. കണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് പാർട്ട് ട്രാൻസ്പെറൻറ്റ് നെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ മടക്കി നെക്ക് കട്ട് ചെയ്യാം. ഇനി ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. കണ്ടല്ലോ, ബാക്ക് പാർട്ടിൽ സിബ് വെക്കാനുള്ള ആ മിഡിൽ ഇതുപോലെ 2 ഫോൾഡറായി മടക്കി മിഡിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടല്ലോ, നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കട്ട് ചെയ്തു. ഇനി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെയാണ് കിട്ടേണ്ടത്. നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിക്ക് വേണം കിട്ടാൻ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മറിച്ചിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. അപ്പം നെറ്റിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ ചീത്തവശവും ചേർത്ത് വേണം വെക്കാൻ. കണ്ടല്ലോ, ലൈനിങ് ചീത്തവശവും നെറ്റ് നല്ല വശവും ചേർത്ത് വേണം വെക്കാൻ. ഇനി 1/2 ഇഞ്ചിൽ ഒന്ന് അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് മറിച്ചിടുക. ഇതുപോലെ മറിച്ചതിന് ശേഷം പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. ഏറ്റവും മുകളിൽ വരെ പ്രസ് സ്റ്റിച്ച് കൊടുക്കുക.
അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത്. എല്ലാവരും ലൈക്കും കമൻറ്റും മറക്കണ്ട. എന്നാൽ മാത്രമാണ് ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരാൻ കഴിയുകയുള്ളൂ. കണ്ടല്ലോ, ഇനി ഒന്ന് അറ്റാച്ച് ചെയ്യാനുണ്ട്. എല്ലാ ഭാഗവും ഒന്ന് അറ്റാച്ച് ചെയ്യുക. അതുപോലെ അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് ഫുൾ അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ 2 പാർട്ടും സ്റ്റിച്ച് ചെയ്തു. ഇനി സിബ് അറ്റാച്ച് ചെയ്യാനുണ്ട്. ഇൻവിസിബിൾ സിബാണ് ഞാനിതിന് അറ്റാച്ച് ചെയ്യുന്നത്. അതൊക്കെ എത്രയോ തവണ വിട്ടത് കൊണ്ട് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കണ്ടല്ലോ, സിബ് വെക്കുന്നതിന് മുന്നായിട്ട് നെക്ക് കട്ട് ചെയ്യാനുണ്ട്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്യുക. അപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ നെക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട് നെക്കിൽ വിഡ്ത്ത് 2ഉം ലെങ്ത്ത് 2.5 2.25 അടയാളപ്പെടുത്തി കട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ വിഡ്ത്ത് 2ഉം ലെങ്ത്ത് 2.5 അടയാളപ്പെടുത്തി ഒരു കർവ് വരച്ച് കട്ട് ചെയ്യുകയാണ്. അതുപോലെ ബാക്ക് നെക്കും കട്ട് ചെയ്യുക. കണ്ടല്ലോ, ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തത് ബാക്ക് നെക്കിൽ വെച്ച് അതേ വിഡ്ത്തിൽ കട്ട് ചെയ്യുക. ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് കറക്റ്റാക്കി പിടിക്കുക. എന്നിട്ട് കട്ട് ചെയ്യാം. കാരണം നമുക്ക് സിബ് വെക്കാനുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. കണ്ടില്ല, അപ്പം നമ്മുടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നെക്ക് കട്ട് ചെയ്തു. ഇനി അടുത്തതായി സിബ് അറ്റാച്ച് ചെയ്യാനുണ്ട്. അപ്പം സിബ് അറ്റാച്ച് ചെയ്യുന്നതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ എത്രയോ തവണ വിട്ടത് കൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ എൻ്റെ ചാനലിൽ പോയി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഒന്ന് കണ്ടാൽ അതിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്യാം. ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനുശേഷം നെക്കും ആം ഹോളൊക്കെ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് മറിച്ചിടാനുണ്ട്. കടല ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ നെറ്റ് ക്രോസിൽ കട്ട് ചെയ്തതിന് ശേഷം 2 ഫോൾഡറാക്കി അതിൻ്റെ എഡ്ജ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കണ്ടല്ലോ, ഇതുപോലെ നെക്കിലും ആം ഹോളിലൊക്കെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുക. അപ്പോൾ ഇതുപോലെയാണ് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം. ഏറ്റവും എൻഡിലെത്തുമ്പോൾ ഇതുപോലെ ബാക്കി വരുന്ന ബാലൻസ് ക്രോസ് പീസ് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ക്രോസ് പീസ് വെച്ചതിന് ശേഷം ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് മറിച്ചിടുക. ഇനി ഇതുപോലെ മടക്കി ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജ് ഭാഗം കാണാത്ത രീതിക്ക് ഒരു മടക്ക് ആദ്യം മടക്കി ഒന്ന് പ്രസ് ചെയ്യുക. കണ്ടല്ലോ, ആ ഒരു എഡ്ജ് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. ഇനി ഒന്നും കൂടെ മടക്കുക. കണ്ടല്ലോ, ഇതുപോലെ മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടുന്നതാണ്.
അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ നെക്കിൻ്റെ ക്രോസ് പീസ് വെച്ചിട്ടുള്ള സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ഷോൾഡറിലും ക്രോസ് പീസ് വെച്ച് ഇതുപോലെ തന്നെ മറിച്ച് പ്രസ് ചെയ്ത് വീണ്ടും മടക്കി സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, ഇതുപോലെ ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ട്രാൻസ്പെറൻറ്റ് നെക്കും ഒക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഈ ഒരു ട്രാൻസ്പെറൻറ്റ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകമായി വിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞതിന് ശേഷം കാണാം. കണ്ടില്ല, നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ ഏകദേശം കഴിയാനായി. അപ്പം എല്ലാവരും മറക്കണ്ട, ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഫാമിലി ഗ്രൂപ്പിലും അതേപോലെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. ഇനി എല്ലാ വീഡിയോയിലും കാണുന്നത് പോലെ യോക്ക് പാർട്ടും സ്കേർട്ടും യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവർക്കും ഇതുപോലെയുള്ള ഫ്രോക്കുകളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആകുമെന്ന് കരുതട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.